ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നവംബർ 20 മുതൽ ആരംഭിക്കും. പുതുക്കിയ പെൻഷൻ തുകയായ 2000 രൂപയായിരിക്കും നവംബർ മാസം 20 മുതൽ ഫസ്റ്റിൽ വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുടിശ്ശികയായ പെൻഷൻ തുക 1600 രൂപയുടെ വിതരണവും നവംബർ മാസത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഡിസംബർ 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ പെൻഷൻ തുക മൊത്തമായും ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും വിതരണം. അതേസമയം മലയാളികൾ കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധി എന്ന ജനപ്രിയ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ക്ഷേമ പദ്ധതിയുടെ 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയായ 2000 രൂപയുടെ വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നവംബർ 19 തീയതി ബുധനാഴ്ച നമുക്ക് ഈ ജനപ്രിയ പദ്ധതിയുടെ ധനസഹായം 2000 രൂപ കേന്ദ്ര സർക്കാർ കൈമാറുന്നു. രാജ്യമെമ്പാടുമുള്ള അതായത് 8 കോടി കർഷകർക്കാണ് 11,000 കോടി രൂപയുടെ ഈ സഹായം ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് സർക്കാർ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ ഗഡുവായ 2000 രൂപയുടെ വിതരണ തീയതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളുടെയും വിവരങ്ങൾ നൽകുന്ന PM ഇവൻറ്റ്സ് എന്ന വെബ്സൈറ്റിലൂടെയാണ് 21ാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി വന്നിരിക്കുന്നത്. അതനുസരിച്ച് നവംബർ മാസം 19 തീയതി 11 മണിയോടെ 21ാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 20ാമത്തെ ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെയും ഗഡു തുകയും വിതരണം ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾ ആണോ എന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ 21ാമത്തെ ഗഡു വിതരണം നടത്തുമ്പോൾ പണം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾ അല്ലെങ്കിൽ ഗഡു തുക തിരികെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് നവംബർ 19 ശേഷം ഗഡു തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ കിസാൻ പോർട്ടലിൽ കയറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഗൂഗിളിൽ PM കിസാൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ PM കിസാൻ എന്ന പേജ് ഓപ്പൺ ആവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ PM കിസാൻ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരും. അതിൽ ഫാമേഴ്സ് കോർണറിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ PM കിസാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP വെബ്സൈറ്റിൽ നൽകുക. OTP വരാത്തവരുടെ ആനുകൂല്യം ഇത്തവണ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാത്തവരുടെ മൊബൈലിലേക്ക് ഫോണിലേക്ക് OTP എത്തുന്നതായിരിക്കും. OTP നമ്പർ കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ ഫണ്ടിൻ്റെ എല്ലാ ട്രാൻസ്ഫർ വിവരങ്ങളും കാണാൻ സാധിക്കും.